ആലത്തൂർ എസ്.ഐ ഒരു അഭിഭാഷകനോട് പറയുന്ന ഡയലോഗ്, ആരടാ, ഏതടാ, നീയടാ, പോടാ, വാടാ, തൂടാ. കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കോടതി? ആരുടെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കോടതിയെ പോലും പേടിയില്ല. എന്തോന്നടേ ഇത്? ഒരു വക്കീലിന് പോലും പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു കാര്യം പറയാൻ പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതെന്തോന്ന് വെള്ളരിക്കാ പട്ടണോ? ഒരു മാറ്റവും ഇല്ല. ഇത് വെള്ളരിക്കാ പട്ടണം തന്നെ, വെള്ളരിക്കാ പട്ടണം. RSSന്റെയും സംഘപരിവാറിൻ്റെയും കോമരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരാ ABVPയുടെയും കോൺഗ്രസ് RSSന്റെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും കോമരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എടുക്കുകയാണ്. ഇങ്ങനെ ഒറ്റ നില നിൽക്കാൻ വേണ്ടി കോടതിയിൽ കസേരയും ബെഞ്ചും ഒന്നുമില്ലേ? അയ്യേ, എത്ര കൊല്ലം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആ മഹിമ നിലനിൽക്കും? ഒരു സംശയവും വേണ്ട, നിലനിൽക്കില്ല. ഗോവിന്ദ മാഷേ, ഈ ഏരിയ കമ്മിറ്റിയിലുള്ള 1-2 കോമരങ്ങളെ കൂടെ നിർത്തിയ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു അന്തർധാരയിൽ പൊക്കൂടെ? വരണം വരണം വരണം. നമ്മുടെ ആദ്യത്തെ കക്ഷി വന്നിട്ടുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാം. ആലത്തൂരുള്ള SI കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇവനെയൊക്കെ ആരാണ് പോലീസിലെടുത്തത്? SI അല്ലേ? ഏത് കോത്താഴത്തെ പോകാനും വേണ്ടില്ല, അവനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യണം. അല്ല, ഇതാരോടാണ് ഇത്ര ക്ഷോഭം? ശ്രീ പിണറായി വിജയനോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ കാശിക്ക് പോ, വേറെ പണിക്ക് പോ. അയ്യോ, അവിടെ ഇത്തിരി സ്വസ്ഥതയുണ്ട്, അതും കൂടെ ഇല്ലാതാക്കല്ലേ. എന്തിനാ? ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണമല്ലേ? എങ്ങനെ ഉളുപ്പെന്ന് പറയുന്ന സാധനം പോലും ഉളുത്തുപോയി. നമ്മന്റെ കുറ്റി അടിച്ച് പൊട്ടിക്കാൻ ആള് വരണം കേരളത്തില്. അത് വരാത്തിടത്തോളം നിങ്ങളുടെ കാര്യം പോക്കാ. ബെസ്റ്റ്. ഇത്രയും കേൾക്കേണ്ടവർ കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും ശരിയാക്കി തരും. വരണം സതീശൻ മാഷേ, വരണം, ഇരിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട്? മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞു പോകുന്നു. അപ്പൊ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും. അയ്യോ, പോവല്ലേ. ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും. ഇന്നോവയുടെയൊക്കെ കാലം കഴിഞ്ഞു മാഷേ. വേറെ പിടി. ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറെ ആൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആരാണ്? പിണറായിയെ സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയെ കുറിച്ച് അവർ ചെയ്യുന്നത്, BJP ചെയ്യുന്നത്. അത് ശരിയാണ്. നമുക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഒരു ഹാർമോണിയ പെട്ടി ഉണ്ടെങ്കിൽ സർവത്ര ഗോവിന്ദ രാമനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഭജന. ഈ ശബരിമലയിലെ തിരുവാഭരണം വരുമ്പോഴത്തേക്ക് ഒരു പരുന്ത് വട്ടം ചുറ്റും. അതേപോലെയാണ് ചില നേതാക്കൾ. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും വരുമ്പോൾ കൃത്യമായിട്ട് കാണും, അല്ലെങ്കിൽ ഇതേപോലെ മൈക്കിൻ്റെ മുമ്പിലേ കാണുള്ളൂ. എന്തുണ്ട് വിശേഷം? സജി ചെറിയാന് ഇതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു മതചടങ്ങിനെ കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടോ? സജി ചെറിയാന് മുസ്ലിം മതവിഭാഗത്തിലെ ആചാര്യന്മാരെ കുറിച്ചോ അവരുടെ ഒരു ചടങ്ങിനെ കുറിച്ചോ ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇപ്പോൾ രാജിവെച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവുമായിരുന്നു. എങ്ങനെ കണ്ടം വഴി ഓടുന്നു? എൻ്റെ പൊന്ന് മാഷെ, വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കണം. ഇപ്പം കണ്ടമൊന്നുമില്ല. കണ്ടം കാണണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. പോകണം. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പൊക്കോളണം. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ബൈ.